ആരോഗ്യ കേരളം അത്ര പോരെന്ന് CPM MP കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ. കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറവെന്ന് കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാനത്തിനെന്ന മറുപടിയാണ് ആരോഗ്യ മന്ത്രാലയം നൽകിയത്. ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനുള്ള സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്നുണ്ട് എന്നും കേരളത്തിന് നൽകിയ കോടികളുടെ കണക്കും കേന്ദ്രം പുറത്തുവിട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനനുണ്ട്. പ്രജിത്ത്, വളരെ വിചിത്രമായ ഒരു കണക്കുകളാണ് ഈ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിനും ചുട്ട മറുപടി ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുമുണ്ട്. ഒരു വശത്ത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ഈ കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ 1 ആണെന്നും ഇവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകരുണ്ടെന്നും ഒക്കെ ആവർത്തിച്ച് പറയുകയാണ്. അതിനിടയിലാണ് CPMന്റെ തന്നെ ഒരു MP ലോക്സഭയിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഗ്രാമീണ ട്രൈബൽ മേഖലകളിൽ, വനവാസി മേഖലകളിലൊക്കെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറവാണെന്നും ഇത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും ചോദിക്കുന്നു. അതായത് സാധാരണഗതിയിൽ CPM പറയുന്ന അവരുടെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് CPM MP ഇപ്പോൾ ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് സാരം. അതോടൊപ്പം തന്നെ ഈ കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുള്ള ചോദ്യം, അതോടൊപ്പം തന്നെ ഇത് പരിഹരിക്കാൻ പ്രത്യേക റിക്രൂട്ട്മെന്റുകളോ പദ്ധതികളോ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളെ കുറിച്ചും കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ ചോദ്യം ഉന്നയിക്കുന്നു. ഇതിൽ കേന്ദ്രം നൽകിയിരിക്കുന്ന മറുപടി എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുന്നതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം അത് സംസ്ഥാനത്തിനാണ്. ഇതിനു വേണ്ട എല്ലാ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളും, അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണ അല്ലെങ്കിൽ വനവാസി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് പ്രത്യേക ഇൻസെന്റീവുകളും അലവൻസുകളും ഒക്കെ നൽകാനും കേന്ദ്രത്തിന് നിരവധി പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ കേരളത്തിനായി കേന്ദ്രം കഴിഞ്ഞ കുറെ വർഷങ്ങളായി അനുവദിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ, പദ്ധതികൾ എന്നിവയുടെ കണക്കുകളും കേന്ദ്ര സർക്കാർ ഈ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ചർച്ചകളിലും എല്ലാം വരുന്ന മന്ത്രിമാരാണെങ്കിലും ശരി, CPM നേതാക്കളാണെങ്കിലും ശരി, എല്ലാവരും ഒരുമിച്ച്, CPMന്റെ ഇടതുപക്ഷം നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. രാജ്യത്ത് പലയിടങ്ങളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ ഒക്കെ കാര്യത്തിൽ എല്ലായിടത്തും ആവശ്യത്തിന് ജീവനക്കാരുണ്ട് എന്നൊക്കെ ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴാണ് കേരളത്തിൽ മന്ത്രിയായിരുന്ന CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, കേരളത്തിലെ ഒരേ ഒരു CPM MP ലോക്സഭയിൽ പോയി പറയുന്നു, കേരളത്തിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നൊക്കെ. അപ്പോൾ ഇനി ഇതിൽ മറുപടി പറയേണ്ടത് CPM നേതൃത്വമാണ്. കാരണം പാർട്ടിയുടെ പൊതു നിലപാടിൽ നിന്ന് മാറിയാണോ കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതുണ്ട്. അങ്ങനെയെങ്കിൽ കെ രാധാകൃഷ്ണൻ പറയുന്നതാണോ, സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നതാണോ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്നും CPMും സർക്കാരും ഒക്കെ വ്യക്തമാക്കേണ്ടതുണ്ട്. രാഖി, എന്തായാലും പ്രജിത്ത്, ഒരു കാര്യം അടിവരയിടുന്നുണ്ട്. കേരളത്തിന്റെ ആരോഗ്യരംഗം അത്ര പോരാ എന്ന് MP തന്നെ രാജ്യത്തിന് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ്. ഈ വൈരുദ്ധ്യാത്മകതയും വൈരുദ്ധ്യമായ നിലപാടുകളും വരുന്ന അവിടെയാണ്. കാരണം പാർട്ടിയും സർക്കാരും പറയുന്നു കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരു കുറവുമില്ല, ഒരു കുഴപ്പവുമില്ല, ആരോഗ്യ പ്രവർത്തകരൊക്കെ ആവശ്യത്തിനുണ്ട്, കേരളത്തിന്റെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ്, എല്ലായിടത്തും സൗകര്യങ്ങളുണ്ട്. അതല്ല എന്നുള്ളത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ തെളിയിച്ചിട്ട് കൂടി സംസ്ഥാന സർക്കാർ അത്തരം നിലപാടുകൾ ഉറച്ചാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ സർക്കാരിന്റെ തന്നെ മുൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സർക്കാരിന്റെ പൊതു നിലപാടിന്, CPMന്റെ പൊതു നിലപാടിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം അദ്ദേഹം ലോക്സഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ല എന്നുള്ള കാര്യം കേന്ദ്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കൃത്യമായി ചോദിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമോ എന്നുള്ളത് കൂടിയാണ്, അല്ലെങ്കിൽ ഇടപെടണമെന്നുള്ള ഒരു അപേക്ഷ കൂടിയാണ് അദ്ദേഹം ചോദ്യരൂപത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നും പറയാം. എന്തായാലും CPM ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏത് സാഹചര്യത്തിലാണ് കെ രാധാകൃഷ്ണൻ ഇത്തരം ഒരു ചോദ്യം കേരളത്തിലെ സർക്കാരിന്റെയും പാർട്ടിയുടെയും പൊതുനിലപാടിന് വിരുദ്ധമായിട്ടുള്ള ലോക്സഭയിൽ ഉയർത്തിയത് എന്നുള്ളതും CPM തന്നെ വിശദീകരിക്കേണ്ടി വരും. രാഖി.